ഇന്നിപ്പോൾ ഞങ്ങളുടെ വീട് ഏകദേശം ഒരു പറമ്പിൻ്റെ ലുക്കായിട്ടുണ്ട്. ബാൽക്കണിയിൽ ഫുള്ള്, കാരണം കൊടേരയിൽ നിന്ന് കൊണ്ടുവന്നില്ല കാരക്കയും മാങ്ങയൊക്കെ, അതിൽ ഫുൾ എട്ടുകാലി ഉണ്ടായിരുന്നു. അത് കാരണം ജിജു എല്ലാ സാധനങ്ങളും ബാൽക്കണിയിലോട്ട് തട്ടി. ഇതിപ്പോൾ തണ്ട് കളഞ്ഞിട്ട് നന്നായിട്ട് കഴുകി തുടച്ച് വെക്കണം ഉപ്പിലിട്ടുണ്ടെങ്കിൽ. മാങ്ങ ഷായിദ ഇതെല്ലാം കഴുകി തുടച്ച് ഇവിടെ വെച്ചിട്ടുണ്ട്. മാങ്ങ ഞങ്ങൾ ഇത് ഫുൾ ക്ലീൻ ചെയ്ത് വെച്ചു കേട്ടോ. അതേ ഇങ്ങനെ ക്ലീൻ ചെയ്ത് തുടച്ച് വെച്ചു. അതേ ഒരു ബക്കറ്റ് ഫുള്ളുണ്ട്, കുറച്ചേ ഉള്ളൂ. അപ്പോൾ ഇനി കാരക്ക, ഇതൊക്കെയാണ് ഈ ഫ്ലാറ്റിൻ്റെ പ്രശ്നം. ഇങ്ങനെയൊക്കെ ഇഷ്ടമുള്ളവർക്ക് നല്ല പണി കിട്ടും. ആൻഡ് ജിജോന് എട്ടുകാലി ആ വക ഐറ്റംസിനെ എല്ലാം വെടിയാൻ ഞങ്ങളിവിടെ പെസ്റ്റിസൈഡിൻ്റെ ഇത് ചെയ്യും എപ്പോഴും, എല്ലാ 6 months കൂടുമ്പോഴും. അങ്ങനെ ചെയ്യാണ്ട് രക്ഷയില്ല. ഇനി കഴുകി തണ്ടൊക്കെ കളഞ്ഞിട്ട് തുടച്ച് വെക്കും. അതാണ്, എന്നിട്ടാണ് ഉപ്പിലിടാൻ പോണേ. അത് കാല് ചവിട്ടിക്കഴിഞ്ഞാൽ മിക്കവാറും ഒരു തെന്നി കിടക്കും കേട്ടോ. നല്ല പണിയുണ്ട് നമുക്ക്. ആ അത് ഫുൾ വെട്ടി, ഫുൾ ആ മരം ഇനി രക്ഷയില്ല. ഈ ഇലകളും ഞങ്ങൾ കാറിൽ കൊണ്ടുവന്നിട്ടേ, കാറിലും എട്ടുകാലി കയറി. അപ്പോൾ കാറ് ഇൻസൈഡ് ക്ലീൻ ചെയ്യാനായിട്ട് കൊടുക്കാൻ പോയി. അത്രയ്ക്ക് പ്രശ്നം പറ്റിയിട്ടുണ്ട്. ഇതെല്ലാം ഇനി പുറത്തിട്ട് കഴുകിയിട്ട് വെക്കാൻ പോവാം. കഴുകിയിട്ട് വെക്കാമെന്ന് ഓർത്തു, അല്ലെങ്കിൽ ജിജോ ചിലപ്പോൾ എന്നെ ഇവിടെ നിന്ന് ഓടിക്കും. ഇത് മറ്റേ അച്ചാറിടാനുള്ള മാങ്ങാട്ടാ. ഒരു 10 കിലോ ഉണ്ടെന്ന് തോന്നുന്നു. 10 അല്ല 5 കിലോ ഉണ്ട്. ഷായിദ ഇത് അച്ചാറിട്ടിട്ട് മമ്മിക്കും കൊടുത്തുവിടാം, അതാ നടക്കുള്ളൂ തന്നെയ്ക്ക്. ഞാനിന്ന് വീക്ക്ലി പ്രെപ്പിൻ്റെ വീഡിയോ എടുക്കാനായിരുന്നേ. പക്ഷേ ഇതിപ്പോൾ വീക്ക്ലി പ്രെപ്പല്ല, ഫ്ലാറ്റിൽ താമസിക്കുന്ന ബുദ്ധിമുട്ട് എടുക്കാമെന്ന് ഓർത്തു. അതാണെന്ന് തോന്നുന്നു. എന്നെപ്പോലത്തെ ആൾക്കാർക്ക് അതാണ് എഫക്റ്റ് ചെയ്യണേ. ഇതെല്ലാം കഴുകണം, ബാൽക്കണിയിൽ ഇട്ടിട്ട് കഴുകട്ടെ. ഇത് അവിടെ നിന്ന് കൊണ്ടുവന്ന ചാമ്പയ്ക്ക. ഇത് ഇനി അച്ചാറൊന്നും ഇടണല്ലോ, ആവശ്യത്തിൽ കൂടുതൽ അച്ചാറിടാൻ സാധനങ്ങളായിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞു, ഇവിടെ മൊത്തത്തിൽ പ്രശ്നമായിട്ടുണ്ട്. ജിജു ഇതെല്ലാം പുറത്തോട്ട് വെച്ചിട്ട് ക്ലീൻ ചെയ്തിട്ട് അകത്തോട്ട് കയറ്റിയാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ ഇതെല്ലാം കഴുകി തുടച്ചിട്ട് വെച്ചിട്ട് ബാക്കിയുള്ളൂ. സീനായില്ലേ അത് തന്നെ. കാറ് ചിലപ്പോൾ വിറ്റ് കളയുമെങ്കിൽ. അത് കഴിഞ്ഞിട്ട് അപ്പഴെന്റെ അടുത്ത് പറഞ്ഞ് ഞാൻ പറഞ്ഞ സാറേ ഇപ്പൊ കുഴപ്പമില്ലാന്ന് പറഞ്ഞു. വീണ്ടും വണ്ടി എടുത്ത് പുറത്തോട്ട് നേരെ ഓടിച്ച് തിരിച്ചതോട്ട് പിന്നെയും. പിന്നത്തെ മെയിൻ പ്രശ്നം ദേ ഈ കുപ്പികളൊക്കെ എങ്ങനെയൊക്കെ ഞാൻ അകത്ത് കയറ്റി വെച്ചേക്കായിരുന്നു കേട്ടോ. അതൊക്കെ വെക്കാൻ ഇവിടെ ഫ്ലാറ്റിൽ സ്ഥലമല്ല. ഇപ്പം ഈ എന്നെപ്പോലെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്കാണ് ഫ്ലാറ്റിൽ താമസിക്കാൻ ബുദ്ധിമുട്ടുള്ളൂ. ബട്ട് ഗുണമുണ്ട്. പക്ഷേ ഇത് രക്ഷയില്ല. ഈ കുപ്പികളൊക്കെ എടുത്ത് തന്നെ 1 മണിക്കൂർ എടുത്ത് ഇതിൻ്റെ അകത്തുനിന്ന് എടുക്കാനായിട്ട്. ഇതും പുറത്തിട്ട് വാഷ് ചെയ്യണം. മെയിൻ ഒരു കാര്യം ഓർക്കണം കേട്ടോ, ഫ്ലാറ്റൊക്കെ മാറുമ്പോൾ ഈ ബാൽക്കണിയിൽ ഒരു പൈപ്പ് വെക്കണം. പൈപ്പിൻ്റെ കണക്ഷൻ, വാട്ടർ കണക്ഷൻ കൊടുക്കണം. അത് ഞങ്ങൾ ചെയ്തില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഇത്രയും പാട് വന്നത്. അപ്പോൾ നിങ്ങൾ ഫ്ലാറ്റ് പണിയുമ്പോൾ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. എൻ്റെ അമ്മോ, വീഡിയോ ഇതല്ല. ഞാൻ കൊടകരയിൽ നിന്ന് വന്നപ്പോൾ ഓർത്തു വീക്ക്ലി പ്രെപ്പിൻ്റെ വീഡിയോ ചെയ്യാമെന്ന്. ഈ മാങ്ങയൊക്കെ ഉപ്പിലൊക്കെ ഇടണേ. എന്നിട്ട് കുറേ സാധനവും മേടിച്ചു വന്നു വീക്ക്ലി പ്രെപ്പിലോട്ട്. ഇപ്പോൾ തൽക്കാലം ഇത് കാണിക്കലേ നടക്കുള്ളൂ എന്ന് തോന്നുന്നു. ഇത് ഉള്ളിയുടെ തണ്ട്, നമ്മുടെ മുരിങ്ങയിലൊക്കെ ഉണ്ടാക്കില്ലേ, മുട്ടയൊക്കെ ആയിട്ട് അങ്ങനെ വെക്കാൻ നല്ല. പിന്നെ മുരിങ്ങക്കോല് വേവിച്ച് വെക്കാം. അപ്പോൾ നമുക്ക് ഈ മാങ്ങാച്ചാറിലൊക്കെ ആഡ് ചെയ്യാൻ നല്ല. ചീര, പാലക്ക് എനിക്ക് 8 ഓർത്തട്ടെ മനസ്സ് പോയി. 8 പോയി എന്നൊന്നും പേടിച്ചിട്ട്. പാലക്ക് ബ്ലാൻ ചെയ്താൽ നല്ല. ആൻഡ് ബനാന മെഗ്നീഷ്യം റിച്ച് ആണ്, അപ്പോൾ അത് എപ്പോഴും ആഡ് ചെയ്യണം. മല്ലിയില, പുതിനയില, ഇതെല്ലാം ചമ്മന്തി അരച്ചാൽ ബ്ലഡ് ഉണ്ടാവാൻ നല്ല ഈ മല്ലിയിലയൊക്കെ. അപ്പം ചമ്മന്തി ആയിട്ട് കഴിക്കണതാണ് ഏറ്റവും ബെസ്റ്റ്. ബ്രെഡിൽ വെക്കുന്ന ചമ്മന്തിയില്ലേ, സാൻഡ്വിച്ച് പോലെ കോക്കനട്ടും മല്ലിയിലയൊക്കെ ആയിട്ട്, അത് നല്ല. പിന്നെ ദേ കുമ്പളങ്ങ, മഞ്ഞപ്പൊടി, ഉപ്പും ഇട്ട് വെറുതെ വേവിച്ച് വെച്ചാൽ രാത്രിയൊക്കെ ഒരു ബോൾ കഴിക്കാനും നല്ല. കഞ്ഞിയുടെ കൂടെയൊക്കെ മോര് കറിയിലേക്ക് ഇടാനും നല്ല. വാഴക്കൂമ്പ് നന്നാക്കി വെച്ചാൽ ചെറുപയറിലിട്ട് കഴിക്കാൻ നല്ല. ആൻഡ് വയലറ്റ് ക്യാബേജ് ഡേ പ്ലാൻ ചെയ്യുമ്പോൾ പല കളേഴ്സിലെ വെജിറ്റബിൾസ് ആഡ് ചെയ്യണം. പല ഗുണമുള്ള വെജിറ്റബിൾസ്. പാവയ്ക്ക തീയലാക്കി വെച്ചാൽ 2-3 ദിവസത്തേക്കൊക്കെ ഇരുന്നോളും. ആക്കണേ. ആൻഡ് പംകിൻ, ഇത് സൂപ്പ് ഉണ്ടാക്കാനാണ്. ഇതൊക്കെ കൂടെ എപ്പോൾ തീരുമെന്ന് എനിക്കറിയില്ല കേട്ടോ. ഒരു ആവേശത്തിൻ്റെ പുറത്ത് എല്ലാം മേടിച്ചുകൊണ്ട് വന്നു. റോബസ്റ്റ, പിന്നെ ചേമ്പ്, കാച്ചിൽ, ആവക ഐറ്റംസ്. ഇത് ഞാൻ ഒരിക്കലും യൂസ് ചെയ്യാറില്ല. ഇതൊന്നും അവരാ പറഞ്ഞ സ്വീറ്റ് പൊട്ടേറ്റോ ഒന്ന് മാറ്റി പിടിക്കാൻ. ഇത് വേവിച്ചിട്ട് മഞ്ഞമോരിലൊക്കെ ആഡ് ചെയ്താൽ മതി. ഇതെല്ലാം കൂടി കറിയാക്കിയിട്ട് അടുത്ത വീഡിയോ ആയിട്ട് ഇടാട്ടോ. അതേ നടക്കുകയുള്ളൂ. എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. വീക്ക്ലി പ്രെപ്പ്. റെഡ് റാഡിഷ്, ഇത് തോരൻ വെച്ചാൽ ഭയങ്കര നല്ല.
അധികം തേങ്ങ കൂടുതലിടണം, അല്ലെങ്കിൽ ഇത്തിരി കയ്പ്പ് വരും അല്ലേ? അന്ന് നമ്മൾ വെച്ചപ്പോൾ പക്ഷേ ഭയങ്കര നല്ലതായിരുന്നു. പച്ചയ്ക്ക് കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. ഇനി ഇന്നത്തെ സീ ഫുഡ് ഫ്രൈഡ് റൈസ്, മിക്സഡ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ പോണേ. ഇതെല്ലാം കൂടി പ്ലാൻ ചെയ്യണമായിരുന്നു, ഞാൻ അത് മാത്രമേ വെക്കാനായിട്ടാണ് ഇരുന്നത്. ബട്ട് മാങ്ങ ഉപ്പില്ലാണ്ടാൻ തന്നെ ഇപ്പോൾ 2 മണിക്കൂർ എടുക്കും. അത് കാരണം സീ ഫുഡ് ഫ്രൈഡ് റൈസിൽ ഞാൻ ക്രാബ് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. വെറുതെ വേവിച്ചിട്ട് ഈ മീറ്റ് എടുക്കും. സ്ക്വിഡ് ഇടുന്നുണ്ട്. പ്രോൺസ് കുറച്ച് വലിയ പ്രോൺസാണ്, ബാക്കിയൊക്കെ നമ്മുടെ നാടൻ മാരിനേഷൻ ചെയ്യും. കുറച്ച് ഞാൻ ഇവിടെ ഇപ്പോൾ ഉണ്ടാക്കാനായിട്ട് എടുക്കാൻ പോവാം. പിന്നെ ഇതേ നാടൻ കരിമീൻ, അത് പൊള്ളിക്കാനായിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കാൻ പോവാം. ഇതൊക്കെയായിരുന്നു വീക്ക്ലി പ്ലാനിങ്. ബട്ട് ഇന്നിപ്പോൾ ആകെ കൂടെ മെസ്സാണ്. ഇതേ കൂർക്ക മഞ്ഞപ്പൊടി ഉപ്പിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് പോർക്കിലൊക്കെ ആഡ് ചെയ്യാനായിട്ട്. പോർക്ക് പക്ഷേ ഞാൻ വേറൊരു പ്രിപ്പറേഷൻ ആട്ടോ ഈ വീക്കിലേക്ക് ആക്കി വെച്ചേക്കണേ കാണിച്ചത്. ഇതേ പോർക്ക് വിന്താലു ഒരാഴ്ചക്കുള്ള ആക്കി വെച്ചിട്ടുണ്ട്. 1 kg മതി, അല്ലെങ്കിൽ മടുത്തു പോകും. കുറേ ഉണ്ടാക്കി വെച്ചാൽ മടുത്തു. മാങ്ങ ഫുൾ ക്ലീൻ ചെയ്തു, തുടച്ചു, ആ ഞെട്ടെല്ലാം മാറ്റി. ഇതുപോലെ വെള്ളം ഉണ്ടാവരുത്, നല്ല നീറ്റായിട്ട് തുടയ്ക്കണം. എന്നിട്ട് ഇനി ഉപ്പിലിടാൻ പോവാണ്. കുറേ എണ്ണം കേടൊക്കെ ഉണ്ടായിരുന്നു, ബിക്കോസ് ഇത് പൊട്ടിച്ച് പിറ്റേ ദിവസം തന്നെ ഉപ്പിലിടണം. അപ്പോൾ ഇതിപ്പോൾ 2 ദിവസം കഴിഞ്ഞു മമ്മി പൊട്ടിച്ച് വെച്ചിട്ട്. അപ്പോൾ കേടൊക്കെ ഉള്ളത് ഞാൻ മാറ്റി വെച്ചു. ഇനി ഇത് ഡിവൈഡ് ചെയ്യാൻ പോകട്ടെ. ഉപ്പിലിട്ടിട്ട് തനിക്ക് കൊടുത്തു വിടണം, അതാണ് ഉദ്ദേശം. ഒന്നില്ലേ ചിലപ്പോൾ ഇങ്ങനെ കൊടുത്തു വിടും, അല്ലെങ്കിൽ മമ്മി കൊടുത്തു വിടുന്ന പോലെ തന്നെ പച്ചയ്ക്ക് അങ്ങനെ തന്നെ കൊടുത്തു വിടും. ചില്ലറ പണിയല്ല ഇത്രയും മാങ്ങ ഉപ്പിലിടാന്ന് വെച്ചാൽ ഫ്ലാറ്റിൽ. വീടുള്ള ആൾക്കാർ തന്നെ ഇപ്പം ചെയ്യണുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട് ഇങ്ങനത്തെ പരിപാടി. ഷാഹിദ ഒരു കവറ് തന്നോ, ധനിക്ക് ഇങ്ങനെ തന്നെ പകുതി കഴുകി തുടച്ചു കൊടുക്കണം, ബാക്കി ഉപ്പിലിടുന്ന ആൾ ഇട്ടോളും, അവിടെ ഇട്ടോളും. കാരക്കയും കൊടുത്തു വിട്ടേക്ക് കേട്ടോ. കാരക്കേനെ നമുക്ക് ഒന്നും ചെയ്യണ്ട, ഉപ്പിലിട്ട് കുറച്ച് കൊടുത്തു വിടാം. ഏകദേശം ഒരു ഫാമിൻ്റെ എഫക്റ്റ് കിട്ടിയിട്ടുണ്ട് ഇന്ന്. ബട്ട് ഇത് ഉപ്പുമാങ്ങ ജിജോയുടെ തറവാട്ടിലൊക്കെ എപ്പോഴും മമ്മി ചെയ്തു വെക്കും. സ്പേസ് ഉള്ളപ്പോൾ നമ്മൾക്ക് അങ്ങനെയൊന്നും കുഴപ്പമില്ല. മമ്മി എപ്പോഴും കൊടുത്തു വിടുമായിരുന്നു. ഇപ്പോൾ ഇല്ല മമ്മി, അത് കാരണം ഇതൊക്കെ ഞങ്ങൾ തന്നെ ചെയ്യേണ്ടി വരുന്നു. ഒരു മിനിറ്റ് കേട്ടോ, വെള്ളം തിളപ്പിക്കാൻ വെക്കട്ടെ ഈ ഉപ്പുമാങ്ങ ഇട്ട് വെക്കാനായിട്ട്. വെള്ളവും ഉപ്പും കൂടി തിളപ്പിച്ചിട്ട് നല്ലോണം ചൂടാറിയിട്ട് വേണം ഈ മാങ്ങ ഇട്ട് വെക്കാൻ. ഞാൻ 3-4 ദിവസം കഴിയുമ്പോൾ റെഡിയാവും. 3-4 ഒരാഴ്ചയൊക്കെ കഴിയുമ്പോൾ. ഉപ്പിടുമ്പോൾ കുറച്ച് നല്ലോണം ഉപ്പ് വേണം വെള്ളത്തിന്, അല്ലെങ്കിൽ മാങ്ങയിൽ ഉപ്പുണ്ടാവില്ല. തിളച്ചിട്ട് ഇനി നന്നായിട്ട് ചൂടാറിയിട്ട് വേണം മാങ്ങ ഇട്ട് വെക്കാനായിട്ട് കുപ്പിയിൽ. കാരക്കയും ഇതുപോലെ തന്നെ ഉപ്പിലിടണം. ഇത്രയധികം ഞങ്ങളെപ്പോലത്തെ ഫ്ലാറ്റിൽ എന്തൊക്കെയായാലും ഇത് പണി തന്നെയാണ് കേട്ടോ. ഫ്ലാറ്റിൽ ഇത്രയധികം ക്വാണ്ടിറ്റിയിൽ ഉപ്പിലിട്ട് വെക്കാമെന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ഇത് കൊടുത്തു വിടാൻ പോവാ. തറവാട്ടിൽ ഒരു പണി പോലെ തന്നെ തോന്നൂലായിരുന്നു അവിടെ ഇതൊക്കെ ചെയ്യുമ്പോൾ. ഇവിടെ എനിക്ക് ഒരു യുദ്ധം നടന്നൊരു എഫക്റ്റ് ഉണ്ട്. ഒന്ന് നന്നായിട്ട് വെള്ളം പോയിട്ട് ഉണങ്ങണം, എന്നിട്ട് വേണം ചൂടാറി നമ്മുടെ ഉപ്പും വെള്ളവും കൂടി തിളപ്പിച്ചില്ലേ അത് ചൂടാറിയിട്ട് ഇട്ട് വെക്കാനായിട്ട്. ഇതിപ്പോൾ കോൾഡും പനിയൊക്കെ മാറിയിട്ട് ഇവിടെ ജിജോടെ മാറിയിട്ടില്ല, എൻ്റെ മാറി. ബട്ട് ഇവിടെ ആവി കൊള്ളുന്നുണ്ട്. ഈ തുളസിയിലയും പേരയിലയും ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് അതൊന്ന് ശരിയാക്കണം. വേറെ വഴിയായിട്ടാണ് വീട്, ഇനിയൊന്നും ചെയ്യാനില്ല. മിക്കവാറും ഞാൻ ഇത് കൊടരല്ലേ അന്ന് നമ്മൾ പൊട്ടി കണ്ടില്ലേ, ഓർക്കണല്ലേ? നല്ല മധുരമുണ്ട്. ഇന്നലെ കഴിച്ചില്ല എന്നാ. ഇന്ന് ജിജോ ഓഫീസിൽ നിന്ന് വരുമെന്ന് എനിക്ക് സംശയമുണ്ട് കേട്ടോ. ഇത് ഫുൾ ക്ലീൻ ചെയ്യാണ്ട് ഇനി വരുന്നില്ലെന്നാണ് പറഞ്ഞേക്കണേ. ജോർജിക്ക് പക്ഷേ ഒരു പ്രശ്നമില്ല. ആൻഡ് മന്നയ്ക്ക് ആണെങ്കിൽ ഇങ്ങനത്തെ ഒന്നും ഒരു കാര്യമില്ല. ജിജോന് പക്ഷേ ഇങ്ങനത്തെ ഇൻസെക്ട്സിൻ്റെയും ഇങ്ങനത്തെ ബൈറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ, അത് ഭയങ്കര പേടിയാണ്. എനിക്കും പനിക്കൊക്കെ ഈ ആവി ഉള്ളണ ഭയങ്കര നല്ല കേട്ടോ. ഇത് ഭയങ്കര എഫക്റ്റീവാണ്. ഉള്ളി, വെളുത്തുള്ളി, തുളസിയില, പേരയില ഇപ്പോൾ പൊട്ടിക്കാൻ പോയിട്ടുണ്ട്. ഇതും കൂടി ഇട്ട് തിളപ്പിക്കണം. വെളുത്തുള്ളി ഉള്ളി ഓരോ പിടി വീതം വേണേ. അടച്ചു വെച്ചിട്ട് തിളപ്പിക്കാൻ നന്നായിട്ട്. ഏകദേശം ഒരു വഴിയായിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഫ്ലാറ്റ് കണ്ടിട്ടേ ഞാൻ ഒന്നും കഴിക്കാൻ വഴിയില്ല. ഈ ഐസ്ക്രീമിൽ നിർത്തും മിക്കവാറും. അതുപോലെ ടെൻഷനായിട്ട് വയ്യ. ഈ മാങ്ങയും ഇത്രയധികം സാധനങ്ങൾ ഇങ്ങനെ കൊണ്ടുവന്നിട്ട്. ബട്ട് ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ മധുരം അയ്യോ പല്ലുപോയി. മധുരം ഞാൻ അങ്ങനെ കഴിക്കാറില്ല. ബട്ട് ഇടയ്ക്ക് ഇങ്ങനത്തെ ചില ദിവസം മാത്രമേ ഉള്ളൂ ഇങ്ങനത്തെ ഒരു ക്രേവിങ്. ലണ്ടൻ ഡയറിയുടെ ബാസ്കിൻ്റെ എനിക്കിഷ്ടം. ഇതിപ്പോൾ ലണ്ടൻ ഡയറിയാണ് കിട്ടിയേക്കണേ. സീ ഫുഡ് ഫ്രൈഡ് റൈസ് മാത്രമേ ഉള്ളൂ ലഞ്ചിന്. ആക്ച്വലി അത് മാത്രം മതി, വേറെ അധികം സാധനങ്ങളൊന്നും വേണ്ട. പ്രോൺസും സ്ക്വിഡും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വീക്ക്ലി പ്രെപ്പിൻ്റെ വീഡിയോ എടുക്കാനായിരുന്നേ. ഇപ്പോൾ അതിന് വേണ്ടി മേടിച്ച പ്രോൺസും സ്ക്വിഡൊക്കെ ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ആൻഡ് ക്രാബും
എല്ലാം കൂടി വെച്ചിട്ടാണ് സീ ഫുഡ് ഫ്രൈഡ് റൈസ്. ഇപ്പോൾ ഗാർലിക് ഇട്ടിട്ടുണ്ട്, സെല്ലറി, യൂഷ്വൽ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കണ പോലെ തന്നെ. ആൻഡ് സീ ഫുഡ് എല്ലാം ബട്ടറും സൺഫ്ലവർ ഓയിലും ഇട്ടിരുന്ന് ഹൈ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് റൈസ് ഇടും, അത്രയേ ഉള്ളൂ. സോയ സോസ് ഇട്ടു, എഗ്സും ഇടും. ഞാൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഫിഷ് സോസും കൂടി ആഡ് ചെയ്യും, എന്നാലൊരു ശരിക്കൊരു ആ ഒരു ചൈനീസ് ടേസ്റ്റ് തോന്നുള്ളൂ. കൂടി കഴിഞ്ഞാൽ ഭയങ്കര ഉപ്പായി പോവേ, പിന്നെ അതിൻ്റെ ഒരു പൊട്ടൊരു മണമുണ്ട്, അതാവും. കൂടാൻ പാടില്ല. നമ്മുടെ സീ ഫുഡ് ഫ്രൈഡ് റൈസ് റെഡി. പക്ഷേ ഇത്തിരി കൂടി മീറ്റ് ആഡ് ചെയ്യണമായിരുന്നു കേട്ടോ. ഇവിടെ കുറേ മീറ്റ് ഉണ്ടെങ്കിലേ എല്ലാവരും കഴിക്കുകയുള്ളൂ, ഐ മീൻ സീ ഫുഡ്. ബട്ട് സാധനം നല്ല ഫ്ലേവർ ഉണ്ട്. നമ്മൾ ഇനി എഗ്സും കൂടി ആഡ് ചെയ്യാനുണ്ട്. ഇനി ഞാൻ എഗ്സ് ഇതിലേക്ക് തന്നെ ആഡ് ചെയ്യണേ. സാധാരണ വേറെ സെപ്പറേറ്റ് ആയിട്ട്, ഇന്നിപ്പോൾ ഇത് മതി. കുറച്ചൊന്നും ആയിട്ട് ഇളക്കാം, അല്ലെങ്കിൽ ഇപ്പം നിങ്ങളിട്ട് സ്റ്റെയർ ചെയ്ത് കഴിഞ്ഞാൽ അരിയിൽ ഫുള്ള്, നമ്മുടെ റൈസിൽ ഫുള്ള് പച്ചമുട്ടയുടെ ടേസ്റ്റ് ആവും. അപ്പോൾ കുറച്ച് എഗ്സ് ആയിട്ട് സ്റ്റെയർ ചെയ്താൽ മതിയേ. കുറച്ച് പെപ്പറും കൂടി ആഡ് ചെയ്യുക, അതിന് നന്നായിട്ട് മിക്സ് ചെയ്യുക, അത്രയേ ഉള്ളൂ. ഞാൻ ഇത് മാത്രം മതി, വേറെ അധികം സാധനമൊന്നും വേണ്ട കേട്ടോ. ഫ്രൈഡ് റൈസ് ചില്ലി ചിക്കൻ ഞാൻ വെലോസിറ്റിയിൽ നിന്ന് ഓർഡർ ചെയ്തിട്ട്, അവിടുത്തെ ചില്ലി ചിക്കൻ വിത്ത് ഗ്രേവി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടുത്തെ ചില്ലി ചിക്കൻ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ചില്ലി ചിക്കൻ സീ ഫുഡ് ഫ്രൈഡ് റൈസ് ആക്ച്വലി ഇത് ക്യുക്കമ്പറും ഷുഗറും വിനാഗിരിയും കൂടി ഒഴിച്ചിട്ടുണ്ട് ഗാർണിഷിങ്ങിന്. ക്യുക്കമ്പറിൽ ഇത് മാത്രമാണെങ്കിലും മതി. ഏതെങ്കിലും ചില്ലി ഓയിലൊക്കെ മതി കേട്ടോ. ചില്ലി ചിക്കൻ പക്ഷേ ഇവിടുത്തെ മസ്റ്റ് ട്രൈയാണ്. ഞാൻ എപ്പോഴും പറയണ പോലെ ക്യുക്കമ്പർ സാലഡ് എപ്പോഴും എന്തിനും എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാം. ഇപ്പോഴും ഞങ്ങളുടെ പണികളൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ. വെള്ളം ചൂടാറിയിട്ട് വേണം ഉപ്പിലിടാനായിട്ട് മാങ്ങ. അത് തന്നെ വെയിറ്റ് ചെയ്യാം. ഒരു സംഭവം ഞാൻ മറന്നുപോയിട്ടാ, മമ്മി കൊടുത്തു വിട്ടത് അച്ചാറിടാനുള്ള മാങ്ങ. ഇവിടെ കൊടുത്തു വിട്ട എന്തെങ്കിലും വേസ്റ്റ് ആയാലുണ്ടല്ലോ യുദ്ധം നടക്കുവാണ്. അത് കാരണം അതും ചെയ്തു വെക്കാം. ഇതവിടെ പ്രിയൂർ മാങ്ങ മരം വെട്ടി വീഡിയോയിൽ കണ്ടില്ലേ. അപ്പം ഇനി ഇത് തൊലി കളഞ്ഞിട്ട് അച്ചാറിട്ട് വെക്കണം. ഞാൻ ഇത്തിരി മധുരമൊക്കെ ആയിട്ട് അച്ചാറിട്ട്, ഇവിടെ എല്ലാവർക്കും മാങ്ങ അച്ചാർ ഇഷ്ടമാണ്, മധുരമുള്ള അച്ചാർ. വെള്ളവും ഉപ്പും കൂടി തിളപ്പിച്ചിട്ട് നന്നായിട്ട് ചൂടാറിയിട്ട് വേണം മാങ്ങ ഉപ്പിലിടാൻ. ചിലർ ചൂടായിട്ട് തന്നെ നേരിയ ചൂടിൽ തന്നെ ഇട്ട് വെക്കും, പക്ഷെ അപ്പം മാങ്ങയുടെ ടേസ്റ്റ് മാറും. ഇത് ഒരു കുറച്ച് ദിവസം എടുക്കും അലുത്ത് വരാനായിട്ട്. അതാണ് ഏറ്റവും ടേസ്റ്റ്. അങ്ങനെ ഇരുന്ന് ഇങ്ങനെ അലക്കണത്, ചൂടുവെള്ളത്തിൽ അലക്കുമ്പോൾ ഭയങ്കര സോഫ്റ്റായി പോകും. എനിക്കിങ്ങനെ ഇഷ്ടം. ബട്ട് പെട്ടെന്ന് വേണമെങ്കിൽ ലൈറ്റായിട്ടുള്ള ചൂടുവെള്ളത്തിലൊക്കെ ഇട്ട് വെക്കും ചിലർ. ഞാൻ ചെയ്യാറില്ല. കുപ്പി മാറ്റട്ടെ കേട്ടാ. ഇതിൽ ചിലപ്പോൾ കൊള്ളില്ല, ഇതിൽ കാരൊക്കെ ഇട്ട് വെക്കാനുള്ള ഇങ്ങനത്തെയൊക്കെ പ്രശ്നങ്ങളാണ് വരുന്നത് ചെയ്ത് ശീലമില്ലെങ്കിൽ. ഇതിനി റെഡി ആയിട്ട് ധന്യക്കൊക്കെ കൊടുത്തു വിടും, അങ്ങനെ രക്ഷയുള്ളൂ. ഇത്രയധികം മാങ്ങ ഇവിടെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ബട്ട് ഇത് തേങ്ങാപ്പാൽ ഒഴിച്ച് മമ്മിയൊക്കെ ഉണ്ടാക്കുന്ന ഒരു കറിയുണ്ട്. വേറെ ഒന്നും ചെയ്യണ്ട, ഇതിങ്ങനെ തിരുമ്മിയിട്ട് അത് ഞാൻ എൻ്റെ വീഡിയോയിൽ കാണിക്കാം. അത് ഭയങ്കര നല്ല ലൂബിക്ക് വെച്ചും ചെയ്യും, ഇങ്ങനെ ഉപ്പുമാങ്ങ വെച്ചും ചെയ്യും. വെള്ളം ഒഴിച്ചു വെക്കാം. ഇതിങ്ങനെ ഒരു 1 year ഇരിക്കും എന്നാണ് മമ്മി പറഞ്ഞത്. മുങ്ങി കിടക്കണേ, നനഞ്ഞ സ്പൂൺ യൂസ് ചെയ്ത് എടുക്കരുത്. കുറച്ച് ദിവസം എടുക്കും മാങ്ങ അലുക്കാനായിട്ട്. ഇതിരിക്കട്ടെ. ഇനി കാരയ്ക്കാം. കുപ്പി നമ്മൾ ഉപ്പിലിടാൻ പോണ കുപ്പി എപ്പോഴും നല്ല നീറ്റായിട്ട് കഴുകി തുടച്ചിട്ട് വേണം. വെള്ളം ഉണ്ടാവരുത്. വെള്ളമൊക്കെ ഉണ്ടാകുമ്പോഴാണ് ഈ പൂപ്പൽ പോലെയൊക്കെ വരുന്നത്. നനഞ്ഞ സ്പൂണും ഇടാതിരിക്കുക, അത്രയൊക്കെ ശ്രദ്ധിച്ചാൽ മതി. 1 കൊല്ലത്തേക്കല്ല 2 കൊല്ലത്തേക്കുള്ള കാരയ്ക്കുണ്ടേ. വെള്ളം തീർന്നു. ഇനി വീണ്ടും തിളപ്പിക്കാൻ വെക്കണം, ചൂടാറണം. ഇങ്ങനെ ഒരു പ്രശ്നം പറ്റി. ഇനി ആവി ഉള്ളതിനുള്ളത് ഉള്ളി, വെളുത്തുള്ളി, കുരുമുളക്, ഫുൾ കുരുമുളകൊക്കെ ഇടാം. കുരുമുളക്, തുളസിയില, പേരയിലയുടെ ചെറിയ ഇലയില്ലേ അതും ഇടണം. എന്നിട്ട് മെയിനായിട്ട് ഞാനിപ്പോൾ അത് പറഞ്ഞു തരാട്ടാ. ഇങ്ങനെയല്ല ഞാൻ ചെയ്യുന്നത്. ഫുൾ ഡ്രസ്സ് ഊരിയിട്ട് ബോഡി ഫുൾ ഈ ആവി ഉള്ളതാണ്. അങ്ങനെയാണ് ചെയ്യുന്നത്. എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞത്. ബട്ട് ഇത് ഭയങ്കര എഫക്റ്റീവാണ്. ഈ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ഉണ്ട്. അത് ആദ്യമായിട്ട് ആള് പറയുമ്പോഴാണ് ഞാൻ കേൾക്കണേ. ആൻഡ് ഹോൾ ബോഡി ഒരു പുതപ്പോട്ട് മൂടിയിട്ട് ആവിയുള്ള. ആൻഡ് ജിജോണും ഇത് ഭയങ്കര എഫക്റ്റീവ്. അതാണ് ഇപ്പോൾ വീഡിയോയിൽ ഞാൻ പെട്ടെന്ന് തന്നെ വീഡിയോയിൽ ആഡ് ചെയ്യാമെന്ന് ഓർത്തെ. ഹോൾ ബോഡി ഒരു 20 minutes ഇങ്ങനെ ആവിയുള്ള ഫുൾ ബോഡി. ഇതെന്തായാലും ഹെൽപ്ഫുള്ളായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് നിങ്ങൾക്ക് ഇത്. ബിക്കോസ് എല്ലായിടത്തും പനിയും ചുമയൊക്കെ, ഇവൻ എൻ്റെ സൗണ്ടും പോയിട്ട് വന്നിട്ടില്ല. അത് കാരണമാണ് ഇതിപ്പോൾ കാണിക്കാൻ തന്നെ. ഇനി ആവിയുള്ളട്ടെ, റൂമിൽ പോയിട്ട്. ബൈ.